ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി ആണ്. കെമിസ്ട്രി ഓൾറെഡി നമ്മളൊരു റിവിഷൻ ക്ലാസ് എടുത്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്, അതായത് ഏകദേശം ഒരു 15 ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള ഡിസ്കഷൻ ആണ്. ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പം മറക്കണ്ട, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ 15 മാർക്കിന് എത്ര മാർക്ക് നിങ്ങൾക്ക് റെഡി ആയി കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മെന്റലീവ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? മെന്റലീവ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ്: എ അറ്റോമിക് മാസ്, ബി അറ്റോമിക് വ്യാപ്തം, സി അറ്റോമിക് നമ്പർ, ഡി അറ്റോമിക ഊർജം. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് മെന്റലീവ് പീരിയോഡിക് ടേബിളിനെ വർഗീകരിച്ചത്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി പോയിന്റ്സ്. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദിമിത്രി മെന്റലീവ് ആണ്. ദിമിത്രി മെന്റലീവ് ആണ് ഏകദേശം 60ഓളം മൂലകങ്ങളെ എന്ത് ചെയ്തത്? അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ, അതായത് ചെറുതിൽ നിന്നും വലുതിലേക്ക് പട്ടിക തിരിച്ചത്. അപ്പൊ അങ്ങനെ ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദിമിത്രി മെന്റലീവ് ആണ്. അടുത്തത്, ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി മോസ്ലി ആണ്. ഹെൻറി മോസ്ലി ചെയ്തത് അറ്റോമിക സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. അറ്റോമിക സംഖ്യയുടെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ ആരോഹണ ക്രമത്തിൽ ആക്കിയതാണ് ആധുനിക ആവർത്തന പട്ടിക. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഹെൻറി മോസ്ലി ആണ്. ദെൻ, അറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ലോത്തർ മേയർ. അപ്പൊ ഇത് പഠിച്ചു വെക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ലോത്തർ മേയർ എന്ത് ചെയ്തു? അറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചു. അപ്പോ ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദിമിത്രി മെന്റലീവ് ആണ്, അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി അറ്റോമിക സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് വർഗീകരിച്ചത്. അറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചത് ലോത്തർ മേയർ ആണ്. ഓക്കെ, അപ്പൊ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്? ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ ബോറോൺ കുടുംബം, ബി കാർബൺ കുടുംബം, സി നൈട്രജൻ കുടുംബം, ഡി ഹാലോജൻ കുടുംബം. 17 ആണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹാലോജൻ കുടുംബത്തിൽ പെടുന്നതാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് കുടുംബങ്ങൾ എന്ന് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തേത്, മൊത്തം എത്ര ഗ്രൂപ്പ് ഉണ്ട്? 18 ഗ്രൂപ്പുകളുണ്ട്. ഇതിനകത്ത് ഒന്നാമത്തെ ഫാമിലി അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തത് ആൽക്കലീൻ എർത്ത് ലോഹങ്ങളാണ്. പിന്നെ ഉള്ളത് 13 ആണ്. അതായത് 3 മുതൽ 12 വരെ ഉള്ളത് സംക്രമണ മൂലകങ്ങളാണ്. അതൊരൊറ്റ ഗ്രൂപ്പിൽ വരും. ദെൻ 13ാമത്തത് ബോറോൺ കുടുംബമാണ്, ബോറോൺ ഫാമിലി. അടുത്ത 14ാമത്തത് കാർബൺ കുടുംബം, 15ാമത്തത് നൈട്രജൻ കുടുംബം, 16ാമത്തത് ഓക്സിജൻ കുടുംബം, 17 നമ്മൾ പറഞ്ഞു ഹാലോജൻ കുടുംബമാണ്. അടുത്തത് 18ാമത് ഇനർട്ട് ഗ്യാസ് അഥവാ അലസവാതകങ്ങൾ അഥവാ ഉത്കൃഷ്ട വാതകങ്ങളാണ്. ഒന്ന് ആൽക്കലി ലോഹങ്ങൾ, രണ്ടാമത്തെ ഫാമിലി ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, 13ാമത്തത് ബോറോൺ കുടുംബം, 14ാമത്തത് കാർബൺ, 15 നൈട്രജൻ, 16 ഓക്സിജൻ, 17 ഹാലോജൻ, 18 അലസ വാതകങ്ങൾ. അടുത്തത്, ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി ഡാഷ് എന്ന് പറയുന്നു. ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും അതുപോലെ പി ബ്ലോക്ക് മൂലകങ്ങളെയും ചേർത്ത് എന്ത് പറയും? ഓപ്ഷൻ എ സംക്രമണ മൂലകങ്ങൾ, ബി അന്തസംക്രമണ മൂലകങ്ങൾ, സി ഉത്കൃഷ്ടവാതകങ്ങൾ, ഡി പ്രാതിനിധ്യ മൂലകങ്ങൾ. എന്ത് വിളിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ് എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും വിളിക്കുന്നത്. അപ്പൊ എസ് ബ്ലോക്കിനെയും പി ബ്ലോക്കിനെയും പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് വിളിക്കും. ഈ എസ് പി ബ്ലോക്ക് മൂലകങ്ങൾ ഏതൊക്കെയാണ്? എസ് എന്ന് പറയുമ്പോൾ 1, 2 ഫാമിലിയിൽ പെട്ടത്. അടുത്തത് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകൾ പി ബ്ലോക്ക് ആണ്. അപ്പോൾ എസും പിയും കൂടി ചേർത്തിട്ട് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. അടുത്തത് 3 മുതൽ 12 വരെയുള്ള മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങളാണ്. 3 മുതൽ 12 വരെയുള്ള മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങളാണ്.
57 മുതൽ 70 വരെയുള്ള മൂലകങ്ങളാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. ഈ എഫ് ബ്ലോക്ക് മൂലകങ്ങളെ ലാന്തനായിഡുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ലന്തനായിഡുകൾ എന്നറിയപ്പെടുന്നത് 57 മുതൽ 70 വരെയുള്ള മൂലകങ്ങളാണ്. 89 മുതൽ 102 വരെയുള്ള മൂലകങ്ങൾ അതും എഫ് ബ്ലോക്കിൽ പെട്ടതാണ്, ആക്ടിനോയിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ലാന്തനായിഡുകളും ആക്ടിനോയിഡുകളും എവിടെയാണ് കാണപ്പെടുന്നത്? പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും താഴെയായിട്ട് കാണപ്പെടുന്നതാണ്. 57 to 70 ലാന്തനായിഡുകൾ എഫ് ബ്ലോക്ക് ആണ്. 89 മുതൽ 102 വരുന്നുള്ളത് ആക്ടിനോയിഡുകളാണ്. ഇനി നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങളാണ് 3 മുതൽ 12 ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്ന സംക്രമണ മൂലകങ്ങൾ. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞൻ. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഓപ്ഷൻ വായിക്കേണ്ട ആൻസർ ആവശ്യമില്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ, മോസ്ലി ആണ്. ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ചത് ഏത് ശാസ്ത്രജ്ഞനാണ്? മോസ്ലി ആണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത് എന്താണ്? അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. അടുത്തത്, ഒന്നാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞനാണ് നമ്മുടെ ഹെൻറി മോസ്ലി. ഏകദേശം 27 വയസ്സ് വരെ മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട രസതന്ത്രജ്ഞൻ ആരെന്ന് ചോദിക്കുവാണെങ്കിൽ ഹെൻറി മോസ്ലി ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. PSC സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. മൂലകങ്ങൾക്ക് അവയുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. അതായത് നമ്മുടെ ഇപ്പൊ മൂലകങ്ങൾ എടുക്കുകയാണെങ്കിൽ പൊട്ടാസ്യത്തിന് K, അല്ലെങ്കിൽ സോഡിയത്തിന് Na, ഇങ്ങനെയുള്ള പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ബെർസേലിയസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ബെർസേലിയസ്. ദെൻ മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് രസതന്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ലാവോസിയെ. അപ്പൊ ലാവോസിയെ എന്ത് ചെയ്തു? മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളുമായി വർഗീകരിച്ചു. ദെൻ law of octaves, അഷ്ടക നിയമം എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് ന്യൂലാൻസ്. അപ്പൊ ന്യൂലാൻസിന്റേതാണ് അഷ്ടക നിയമം. law of octaves, അതായത് 8 എണ്ണമായിട്ട് തിരിച്ചു. അതാണ് ഈ ഒക്ടേവ്സ് എന്ന് പറയുന്നത്. അഷ്ടക നിയമം 8 മൂലകങ്ങളായിട്ട് വർഗീകരിച്ച ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് ന്യൂലാൻസ് ആണ്. ഓക്കെ, ത്രികങ്ങളായിട്ട് കൊണ്ടുവന്നത് ഡൊബറൈനർ ആണെന്നും കൂടി ഈ കൂട്ടത്തിൽ ഓർമ്മിച്ചിരിക്കുക. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, പീരിയോഡിക് ടേബിളിലെ അഥവാ ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്ര? എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ്. ഓപ്ഷൻ സി ആണ്, 18 ഗ്രൂപ്പുകളാണുള്ളത്. ഒരു പീരിയോഡിക് ടേബിളുകളിൽ കുത്തനെ ഉള്ളത് ഗ്രൂപ്പുകളാണ്. ഇവയെ 18 ഗ്രൂപ്പുകളുണ്ട്. ദെൻ വിലങ്ങനെ ഉള്ളത് പീരിയഡുകളാണ്. മൊത്തം 7 പീരിയഡുകളാണുള്ളത്. ഇതിനകത്ത് ഏറ്റവും ചെറിയ പീരിയഡ് ആണ് 1ാം പീരിയഡ്. ഏറ്റവും ചെറിയ പീരിയഡ് ഏതാണ്? 1ാം പീരിയഡ് ആണ്. അടുത്തത്, പ്രകൃതിയിൽ ഏറ്റവും ദുർലഭമായി കാണുന്ന ഹാലോജൻ ഏത്? പ്രകൃതിയിൽ ഏറ്റവും ദുർലഭമായി കാണുന്ന ഹാലോജൻ ഏത്? ഓപ്ഷൻ എ അസെറ്റാറ്റിൻ, ബി അയഡിൻ, സി ഹീലിയം, ഡി സിനോൺ. ഏത് ആൻസർ വരും? ഓപ്ഷൻ എ ആണ്, അസെറ്റാറ്റിൻ ആണ്. അസെറ്റാറ്റിൻ. നെക്സ്റ്റ്, ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലോജൻ ആണ് ബ്രോമിൻ. എക്സാമിന് ചോദിക്കും, ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലോജൻ ഏത്? അത് ബ്രോമിൻ ആണ്. ദെൻ റേഡിയോ ആക്ടിവിറ്റി ഹാലോജൻ ഏതാണ്? അതായത് ഭൂമിയിൽ ഏറ്റവും ദുർലഭ്യമായി കാണപ്പെടുന്ന അസെറ്റാറ്റിൻ ആണ് ഒരേ ഒരു റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഹാലോജൻ. അടുത്തത്, കടൽ പായലിൽ സുലഭമായി കാണപ്പെടുന്ന ഹാലോജൻ ആണ് അല്ലെങ്കിൽ മൂലകമാണ് അയഡിൻ. കടൽ പായലിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് അയഡിൻ. ഭൂവൽക്കത്തിൽ കൂടുതൽ കാണപ്പെടുന്ന ഹാലോജൻ ഏത്? ഫ്ലൂറിൻ ആണ്. ഭൂവൽക്കത്തിൽ കൂടുതൽ കാണപ്പെടുന്ന ഹാലോജൻ ഫ്ലൂറിൻ ആണ്. അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ഹാലോജൻ ആണ് ക്ലോറിൻ. ഏകദേശം അണുനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു മൂലകമാണ് ക്ലോറിൻ. അപ്പോൾ നീന്തൽ കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നതാണ് ക്ലോറിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ എ റുദർഫോർഡ്, ബി മാക്സ്വെല്, സി നീൽസ് ബോർ, ഡി ചാഡ്വിക്ക്. ആൻസർ ഓപ്ഷൻ സി ആണ്, നീൽസ് ബോർ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ബോർ ആറ്റം മോഡലാണ് നമ്മൾ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റുകൾ അഥവാ ഷെല്ലുകൾ എന്നാണ്. എന്താണ്? ആറ്റത്തിന്റെ ചുറ്റും ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന പാതയെ ഓർബിറ്റുകൾ അല്ലെങ്കിൽ ഷെല്ലുകൾ എന്നാണ് വിളിക്കുന്നത്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. എന്നാൽ ആറ്റം മോഡൽ ആരാണ് കണ്ടുപിടിച്ചെന്ന് ചോദിക്കുകയാണെങ്കിൽ നീൽസ് ബോർ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ വേവ് മെക്കാനിക്സ് ആരാണ് കണ്ടുപിടിച്ചത്? മാക്സ് പ്ലാങ്ക് ആണ്. എന്നാൽ പ്ലം പുഡിംഗ് മോഡൽ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ഓക്കെ, ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ഇത് തമ്മിൽ തിരിയരുത്, PSC ആവർത്തിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണിത്. ഓക്കെ, നെക്സ്റ്റ് ആറ്റം മാതൃക ആദ്യമായി കണ്ടെത്തിയത് നീൽസ് ബോർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേരെന്ത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ന്യൂക്ലിയസ് ആണ് ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേര്. അപ്പോൾ ന്യൂക്ലിയസിലെ കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും. അപ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നതാണ് ന്യൂക്ലിയസ്. ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആറ്റമാണ്. എന്താണ്? പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ഏത്? ന്യൂട്രോൺ ആണ്. അപ്പൊ നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ഏത്? ന്യൂട്രോണ്. ഒരാറ്റം അതിന്റെ ന്യൂക്ലിയസിനേക്കാൾ 10⁵5 ഇരട്ടി വലുതായിരിക്കും. അപ്പൊ എക്സാമിന് ചോദിക്കും, ഒരു ആറ്റത്തിന്റെ വലുപ്പം ന്യൂക്ലിയസിനേക്കാൾ എത്രയായിരിക്കും? 10⁵5 ഇരട്ടി വലുതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ അറിയാം, ആൻസർ ഓപ്ഷൻ ഡി ആണ്. മില്ലിക്കൻ ആണ് ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ചത്. അപ്പോ ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. നമ്മുടെ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക് ആണ്. ന്യൂട്രോണിന് എന്തില്ല? ചാർജ് ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോട്ടോണിന്റെ മാസ് എത്ര? പ്രോട്ടോണിന്റെ മാസ് എത്ര എന്നാണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആൻസർ പിക്ക് ചെയ്യുക. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. 1.67 × 10⁻⁻27 കിലോഗ്രാം ആണ് ഒരു പ്രോട്ടോണിന്റെ മാസ്. അപ്പൊ നമ്മൾ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും ന്യൂട്രോണിന്റെയും ഒക്കെ മാസ് അറിഞ്ഞിരിക്കണം. അപ്പൊ മൊത്തം പ്രോട്ടോൺ അറിഞ്ഞിരിക്കണം, ഇലക്ട്രോൺ ഉണ്ട്, ന്യൂട്രോൺ. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. ഭാരം 1.672 × 10⁻⁻27 കിലോഗ്രാം ആണ്. അപ്പോൾ പ്രോട്ടോണിനാണ് ഏറ്റവും പ്രോട്ടോണിനാണ് ന്യൂക്ലിയസിനകത്തുള്ളത്. അപ്പൊ പോസിറ്റീവ് ആണ്. ദെൻ ഇലക്ട്രോൺ ആണ് നെഗറ്റീവ് ചാർജ് ഉള്ളത്. ഭാരം എത്രയാണ്? 9.1 × 10⁻31 കിലോഗ്രാം. അപ്പൊ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഏതാണ്? അത് ഇലക്ട്രോൺ ആണ്. 9.1 × 10⁻31 കിലോഗ്രാം ആണ്. അത് പഠിച്ചിരിക്കണം. റേസ് ടു ആണ് ഞാൻ ഇങ്ങനെ വി തിരിച്ചിട്ട ഷേപ്പിൽ കൊടുത്തേക്കുന്നത്. അടുത്തത് ന്യൂട്രോണിന് ചാർജ് ഇല്ല, പക്ഷേ ഭാരമുണ്ട്. 1.676 × 10⁻⁻27 കിലോഗ്രാം ആണ്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ. ഒരു 0.0004 വ്യത്യാസം മാത്രം. അപ്പോൾ ഓർമ്മിച്ചിരിക്കുക, 1.672 × 10⁻⁻27 കിലോഗ്രാം ആണ്. അതിന്റെ കൂടെ ഒരു 0.004 കൂടെ കൂട്ടുന്ന ചാർജാണ് ഭാരമാണ് ന്യൂട്രോണിന് ഉള്ളത്. അത് ക്ലിയർ ആയല്ലോ? നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ, ഐസോടോപ്പുകൾ ഉണ്ടാകാൻ കാരണം. നല്ല ക്വസ്റ്റ്യൻ ആണിത്. ഐസോടോപ്പുകൾ ഉണ്ടാകാൻ കാരണം. ഓപ്ഷൻ എ, പ്രോട്ടോണുകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ബി, പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം. സി, ന്യൂട്രോണിന്റെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഡി, ഇവയൊന്നുമല്ല. ആൻസർ ശ്രദ്ധിച്ചെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ന്യൂട്രോണിന്റെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഐസോടോപ്പ്? ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ തന്നെ ഒരേ മൂലകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഒരേ മൂലകം തന്നെ ഒരേ അറ്റോമിക നമ്പർ ഉള്ളത് എന്തായിരിക്കും? ഒരേ മൂലകം ആയിരിക്കും എന്തായാലും. അത് വ്യത്യസ്ത മാസ് നമ്പർ സ്വഭാവം കാണിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ ഐസോടോപ്പ് എന്ന് പറയും. അപ്പൊ നമ്മൾ മുന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ പലതരത്തിലുള്ള ഐസോടോപ്പ് ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ റിവിഷൻ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് മുകളിൽ ഐ ബട്ടൺ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഓക്കെ,
ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും വ്യത്യസ്ത മൂലകങ്ങളും ആണെങ്കിൽ അത് ഐസോബാർ എന്ന് പറയും. അപ്പോൾ വ്യത്യസ്ത അറ്റോമിക നമ്പർ ആകുമ്പോൾ അത് എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് അത് വ്യത്യസ്ത മൂലകങ്ങളായിരിക്കും. ദെൻ ഒരേ മാസ് നമ്പർ ആണ് പക്ഷെ കാണിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഐസോബാർ എന്ന് വിളിക്കും. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും വ്യത്യസ്ത മൂലകങ്ങളും ആണെങ്കിൽ അത് ഐസോബാർ എന്ന് വിളിക്കും. ഇനി തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത പ്രോട്ടോണുകളും ആണെങ്കിൽ അതിനെ നമ്മൾ ഐസോട്ടോണുകൾ എന്ന് വിളിക്കും. അപ്പൊ തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത പ്രോട്ടോണുകളും ആണെങ്കിൽ അതിനെ നമ്മൾ ഐസോട്ടോണുകൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയും ഉള്ള സംയുക്തങ്ങളെ ഐസോമറുകൾ എന്ന് വിളിക്കും. അപ്പൊ ന്യൂട്രോണുകൾ തുല്യമാണെങ്കിൽ ഐസോട്ടോണ്, ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളെ ഐസോമറുകൾ എന്ന് വിളിക്കും. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പരും ആണെങ്കിൽ അതിനെ നമ്മൾ ഐസോബാറുകൾ എന്നും വിളിക്കും. അടുത്തത് R3517 എന്നത് ഒരു മൂലകത്തെ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ആറ്റത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? ഓക്കെ, അപ്പൊ ആറ്റത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, 18 ആണ്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും? R3517 ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുവാണെങ്കിൽ മനസ്സിലാക്കുക, ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ അഥവാ ഇസഡ്. അപ്പോൾ ഒരു മൂലകത്തിന്റെ താഴെയായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആ മൂലകത്തിലെ പ്രോട്ടോണുകളെ അല്ലെങ്കിൽ ആ മൂലകത്തിന്റെ ആറ്റത്തിന്റെ പ്രോട്ടോണുകളുടെ എണ്ണത്തിനെയാണ്. അത് എത്രയാണ്? അതാണ് അറ്റോമിക് നമ്പർ. അതിവിടെ 17 ആണ്. ഓക്കെ, ദെൻ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് മാസ് നമ്പർ. അതാണ് മുകളിൽ 35 ആയിട്ട് എഴുതിയത്. മാസ് നമ്പറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ഓർമ്മിച്ചിരിക്കുക, ക്യാപിറ്റൽ ലെറ്റർ എ ആണ്. അപ്പൊ മുകളിൽ നമ്മൾ എഴുതുന്നത് ക്യാപിറ്റൽ എ അഥവാ മാസ് നമ്പർ ആണ്. അപ്പൊ അറ്റോമിക് നമ്പർ അഥവാ പ്രോട്ടോണുകളുടെ എണ്ണം അറിഞ്ഞിരുന്നാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്യാൻ പറ്റും? ന്യൂട്രോണുകളുടെ എണ്ണത്തിനെ മൈനസ് ചെയ്യാൻ പറ്റും. അതായത് ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ 35 മൈനസ് 17 ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? ആൻസർ 18 കിട്ടും. അങ്ങനെയാണ് ഇവിടെ ഉത്തരം 18 ആയിട്ട് മാറിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏത്? ആൻസർ ഈസി ആണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഇലക്ട്രോൺ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരാറ്റത്തിന്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? പരമാവധി എന്ന് ഉദ്ദേശിക്കുമ്പോൾ മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എന്ന്, അതായത് എൻ ഷെല്ല് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുന്നത് എത്ര ഇലക്ട്രോണുകൾ ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഏത് വരും? എൻ ആണ്. സോ ഓപ്ഷൻ സി ആണ്, 32 അഥവാ 32 ആണ് എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ഓക്കെ, അപ്പോൾ എത്ര ഷെല്ലുകളുണ്ട് മൊത്തം? KLMN ഇങ്ങനെ 4 ഷെല്ലുകളാണ് ഉള്ളത്. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2n² ആണ്. അപ്പൊ ഇവിടെ n എന്ന് പറയുമ്പോൾ ഈ ഷെല്ലുകളുടെ നിലയാണ്. അപ്പൊ K ഒന്നാമത്തെ ഷെല്ല്, L രണ്ടാമത്തെ ഷെല്ല്, M മൂന്നാമത്തെ ഷെല്ല്, N നാലാമത്തെ ഷെല്ല്. അപ്പൊ K എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നാമത്തെ ഷെല്ലാണ്. അപ്പൊ 2^2 എത്രയാണ്? 4. അപ്പൊ എത്ര കിട്ടും? 4 ആണ് K ഷെല്ലിൽ ഉണ്ടാവുന്നത്. അടുത്തത് L, അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോറി, 2n² ആണേ. അപ്പൊ n എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? K ഒന്നാമത്തെ ഷെല്ലാണ്. സോ 1. അപ്പോൾ 2 × 1 എത്ര? 2 തന്നെ വരും. ഓക്കെ, അപ്പൊ ഓരോ ഷെല്ലിലെയും പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഒന്ന് Kയിൽ 2 ആണ്, എല്ലാവുമ്പോൾ 2 ആണ്. n എന്ന് പറയുമ്പോൾ അവിടെ 2 വരും. അപ്പൊ 2² 4, 4 × 2 8. അങ്ങനെ Lല് പരമാവധി 8 ഇലക്ട്രോണുകൾ, Mല് 18 ഇലക്ട്രോണുകൾ, Nല് 32 ഇലക്ട്രോണുകൾ. ദെൻ ഓരോ ഷെല്ലിലും കാണപ്പെടുന്ന ഊർജ മേഖലകൾ, അതായത് Kയിലും Lലും Mലും Nലും ഒക്കെ കാണപ്പെടുന്ന ഊർജ മേഖലകളാണ് SPDF. ഇതിനകത്ത് K ഷെല്ലില് S എന്നുള്ള ഊർജ മേഖല മാത്രമേ കാണപ്പെടുത്തുള്ളൂ. കാരണം എന്താണ്? ഈ 2 ഇലക്ട്രോൺ മാത്രമേ K ഷെല്ലിൽ ഉൾക്കൊള്ളത്തുള്ളൂ. സോ 2 ഇലക്ട്രോൺ നിലനിൽക്കുന്ന ഒരേ ഊർജ മേഖല മാത്രമേ ഉള്ളൂ, അത് S ആണ്. അടുത്തത് P ആണെങ്കിൽ അത് 6 ആണ്. പരമാവധി ഉൾക്കൊള്ളുന്ന എത്ര ഇലക്ട്രോൺ ആണ്? 6 ആണ്. Dയിൽ പരമാവധി 10 കൊള്ളും, Fല് പരമാവധി 14 കൊള്ളും. ഓക്കെ, അപ്പൊ ഇതും കൂടി ഓർമ്മിച്ചിരിക്കുക, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ,
ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏത്? ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്ന ആറ്റത്തിൽ ഒരേ ഒരു കണം മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ്, ഇലക്ട്രോൺ ആണ്. ഓക്കെ, ദെൻ ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണമാണ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് ജോൺ സ്റ്റോൺസ്റ്റോണിയാണ്. ജോൺ സ്റ്റോൺസ്റ്റോണിയാണ് ഇലക്ട്രോണിന് ആ പേര് നൽകിയത്. അപ്പൊ അത് ഓർമ്മിച്ചിരിക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിവൈസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. അപ്പൊ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ അത് നിങ്ങൾക്ക് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാക്കി തരുന്നതായിരിക്കും. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.